നമസ്കാരം. നല്ല കാലം അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് 3 മാസം കൂടി മാത്രം. ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്രം കാൽ, ധനുക്കൂറിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടം കാൽ, തുലാം കൂറിൽ ജനിച്ച ചിത്തിര രണ്ടാം പകുതി, ചോതി വിശാഖം മുക്കാൽ എന്നിവർക്ക് നിലവിൽ നല്ല സമയമാണ്. 2025 മെയ് മാസത്തിലാണ് ഈ നല്ല സമയം ആരംഭിച്ചത്. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം രാശി മാറുമ്പോഴേക്കും സമയദോഷവും ഇവർക്ക് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യുക. സമയദോഷം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് ഉണർന്നു പരിശ്രമിക്കേണ്ട 3 മാസക്കാലമാണ് ഇത്. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സമയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഇതിൽ പരം നല്ലൊരു കാലം അടുത്തൊന്നും വരില്ല. അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അത് പാഴാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നഷ്ടമാകുന്ന അവസരങ്ങൾ പിന്നീട് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ തേടി വരുന്ന നല്ലതൊക്കെയും സ്വീകരിക്കാൻ ഈ സമയം വളരെ നല്ലതാണ്. ഒന്നിലും അറച്ചു നിൽക്കാൻ, ഭയന്ന് നിൽക്കാൻ പാടില്ല. ആഗ്രഹിച്ചതൊക്കെയും ഈ സമയം ചെയ്യാവുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കാനുമൊക്കെ സാധിക്കും. അലസമായി ഈ സമയത്തെ വേസ്റ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. PSC, UPSC, SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാകാനും അത്തരം പരീക്ഷകളിൽ വിജയം നേടിയെടുക്കാനും സമയം നല്ലതാണ്. എൻട്രൻസ്, IELTS, OET തുടങ്ങി വിദേശയാത്രയ്ക്കും തൊഴിലിനും പഠിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടി നന്നായി തയ്യാറെടുത്തു കഴിഞ്ഞാൽ അടുത്തു വരുന്ന അവസരത്തിൽ അവ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. വിവാഹം നോക്കാനും നടത്താനും ഈ സമയം നല്ലതാണ്. വിവാഹ തടസ്സം നേരിടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലവും കൂടിയാണ്. പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് ഉണ്ടാകുന്ന ബന്ധങ്ങൾ പിൽക്കാലവും നിലനിൽക്കാനാണ് സാധ്യത. പലരെ പറ്റിയുമുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകുന്ന കാലവും കൂടിയാണ്. നമ്മൾ ഏറെ വിശ്വസിച്ചിരുന്ന ചിലർ കുഴപ്പക്കാരായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടാകും. നമ്മൾ പ്രശ്നക്കാരായിരുന്നു എന്ന് കണ്ട ചിലർ പാവങ്ങളാണ് എന്ന സത്യവും മനസ്സിലാക്കാൻ കഴിയും. തൊഴിൽ നോക്കാനും കണ്ടെത്താനും ഈ സമയം വളരെ നല്ലതാണ്. നിലവിലെ തൊഴിലിൽ പ്രയാസങ്ങൾ നേരിടുന്നവർ ആണ് എങ്കിൽ, ആ തൊഴിലിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നടക്കുന്ന കാലമാണ്. അതായത് പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കണ്ടെത്താൻ സാധിക്കും. ഈ സമയത്ത് ലഭിക്കുന്ന തൊഴിലുകൾ നല്ലതാകാൻ തന്നെയാണ് 60% സാധ്യത. തൊഴിലിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ അതിൽ വിജയിക്കാൻ സാധിക്കും. സഹപ്രവർത്തകർ, മേലധികാരികൾ എന്നിവരുമായിട്ടുള്ള അകൽച്ചയ്ക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരവും ഉണ്ടാകുന്ന കാലമാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാവുന്ന സമയമാണ്, സംശയമില്ല. സാമ്പത്തിക പുരോഗതിക്കും ഇടയുണ്ട്. കടബാധ്യതകളൊക്കെ മാറ്റാനായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയിക്കും. ലോണ് പാസ്സാകാനും കടം ലഭിക്കാനും സാധ്യതയുണ്ട്. കടം കൊടുത്ത പൈസ തിരികെ ലഭിക്കാനും ഇടയുള്ള കാലമാണ്. ധനവരവിനും ഇടയുണ്ട്. ബിസിനസ് പുരോഗതിക്ക് സാധ്യതയുള്ള കാലമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കാനും അതിൽ വിജയിക്കാനും കഴിയും. നല്ലവണ്ണം റിസർച്ച് ചെയ്തതിന് ശേഷം ആരംഭിക്കുന്ന സംരംഭങ്ങൾ പരാജയപ്പെടാൻ ഇടയില്ല. കഴിഞ്ഞ കാലത്ത് ബിസിനസ്സിൽ ഏറ്റ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും ഈ സമയം ഗുണകരം ആണ്. കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല കാലമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളുമൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒത്തുതീർപ്പ് ഉണ്ടാകും. അകന്നു നിൽക്കുന്നവർ ഒന്നാകാനും പിണക്കങ്ങൾ മാറാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്.
വിവാഹ മോചനത്തിനായി ഏറെക്കാലമായി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനും ഇടയുണ്ട്. മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും. വസ്തു, വീട് എന്നിവ വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർക്ക് ഈ സമയം നല്ലതാണ്. സന്താനത്തിനു വേണ്ടി ചികിത്സ നടത്തുന്നവർക്ക് അതിൽ ഫലം കണ്ടെത്താനും കഴിയും. IVF തുടങ്ങിയ വിദഗ്ധ ചികിത്സകൾ ഈ സമയത്ത് നടത്തിക്കഴിഞ്ഞാൽ ഫലപ്രാപ്തിക്ക് സാധ്യതയുണ്ട്. നിലവിൽ ഏത് തരത്തിലുള്ള രോഗം നേരിടുന്നവർ ആയാലും ശരി, തൻ്റെ രോഗം ഭേദമാകുന്ന ചികിത്സകൾ കണ്ടെത്താൻ കഴിയും. ചികിത്സകൾ ഫലിക്കുന്ന സമയമാണ്. രോഗം ഭേദമായി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ശത്രുതകൾ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും. കേസുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയിക്കാനോ അല്ലെങ്കിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആകും. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ സ്വന്തമാക്കാനും ആഭരണങ്ങൾ സ്വന്തമാക്കാനും വസ്തുക്കൾ സ്വന്തമാക്കാനുമൊക്കെ ഈ സമയം അനുകൂലമാണ്. ജൂൺ മാസം 2-ാം തീയതി മുതൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 12ലേക്ക് മാറുകയാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലേക്കും മാറും. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഒരു വർഷക്കാലവും പ്രയാസങ്ങൾ നിറഞ്ഞതാകാനാണ് സാധ്യത. ആ സമയത്ത് ദുരിതങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണം എങ്കിൽ ഈ സമയം വളരെ ഫലപ്രദമായിട്ട് തന്നെ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് തൈ 10 വച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അലസതയും മടിയും ഒക്കെ മാറ്റിവെച്ച് കൂടുതൽ ഉത്സാഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകൂ. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നന്ദി.